ഹായ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഫസ്റ്റ് സെമസ്റ്റർ AC2 PSCക്കാരുടെ AC2 മലയാളത്തിലുള്ള ഒരു നാടകത്തെക്കുറിച്ചാണ്. നാടകവും അതിൻ്റെ പഠനത്തെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. ഇത് 4ാമത്തെ മൊഡ്യൂളിൽ ദൃശ്യകലാ സാഹിത്യം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. 4ാമത്തെ മൊഡ്യൂളിൻ്റെ പേര്. അതിനകത്ത് കൂവാകം എന്നുള്ള നാടകമുണ്ട്. അതിൻ്റെ പഠനവും കൊടുത്തിരിക്കുന്നുണ്ട്. പഠനം കൂവാകം മിത്തും യാഥാർത്ഥ്യവും ഇഴചേരുമ്പോൾ എന്നതാണ്. കൂവാകം എന്നുള്ള നാടകം എഴുതിയിരിക്കുന്നത് A. ശാന്തകുമാറും അതേപോലെ തന്നെ അതിൻ്റെ പഠനം തയ്യാറാക്കിയിരിക്കുന്നത് Dr. K. ശ്രീകുമാറുമാണ്. കൂവാകം മിത്തും യാഥാർത്ഥ്യവും ഇഴചേരുമ്പോൾ ആദ്യം തന്നെ അപ്പോൾ നമുക്ക് മിത്ത് എന്താണ് എന്നുള്ളത് അറിയണം, അല്ലേ? പണ്ട് കാലം മുതലേ പറഞ്ഞു വരുന്ന കഥയെ, എക്സാമ്പിളായിട്ട് മഹാഭാരതം, രാമായണം തുടങ്ങിയിട്ടുള്ള കഥകൾ, അങ്ങനെ പറഞ്ഞു വരുന്ന കഥകളെയാണ് നമ്മൾ മിത്തുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനുണ്ടാവില്ല. കാരണം അത് ചിലപ്പോൾ നമ്മളിപ്പോൾ ആരാധിക്കുന്ന ദൈവങ്ങളൊക്കെ തന്നെ പണ്ട് കാലത്ത് ഏതെങ്കിലും കഥയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു സാഹിത്യകാരൻ്റെ ഭാവനയിൽ നിന്ന് വന്നതായിരിക്കാം. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ തെളിവ് തേടിപ്പോയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടാവില്ല. അത്തരത്തിലുള്ള സാന്നിധ്യമുള്ള കഥകളെയാണ് നമ്മൾ മിത്തുകൾ എന്ന് പറയുന്നത്. പണ്ടുകാലത്തെ നാടോടി കഥകൾ ഉണ്ടാവും, ആ കഥകളെ ആയിരുന്നു നമ്മൾ മിത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഈ പണ്ഡിതന്മാരൊന്നും തന്നെ ഈ ഒരു മിത്തുകളിൽ വിശ്വസിക്കുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട്, അല്ലേ? പണ്ഡിതരൊക്കെ, കൂടുതൽ പഠിച്ചവരൊക്കെ തന്നെ, പണ്ഡിതന്മാരായവർ ഇത്തരത്തിലുള്ള കഥകളെയൊന്നും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇനി നമുക്ക് ആദ്യം തന്നെ ശാന്തകുമാറിനെ കുറിച്ച് നോക്കാം. അതിനുശേഷം മിത്തും യാഥാർത്ഥ്യത്തിലേക്കും വരാം. A. ശാന്തകുമാർ 1968 കോഴിക്കോടാണ് ജനിച്ചത്. കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സാഹിത്യത്തിൽ ബിരുദം നേടുകയും ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കാതെ നാടകരംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്ത വ്യക്തിയായിരുന്നു. മുഴുവൻ സമയം നാടക പ്രവർത്തകനായി മാറി ഇദ്ദേഹം. പിന്നീട് നാടകരചന, സംവിധാനം എന്നീ പ്രധാന മേഖലകളാണ് ഇദ്ദേഹത്തിൻ്റേത്. 1999 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ പെരുങ്കൊലൻ എന്ന നാടകത്തിലൂടെയാണ് ഇദ്ദേഹം ശ്രദ്ധേയനായത്. 2021 ഇദ്ദേഹം അന്തരിക്കുന്നതും. ഇനി നമ്മൾക്ക് പഠനത്തിലേക്ക് വരാം. അതായത് കൂവാകം എന്നുള്ള നാടകം എഴുതിയിരിക്കുന്നത് A. ശാന്തകുമാറും അതേപോലെ തന്നെ കൂവാകം മിത്തും യാഥാർത്ഥ്യവും ഇഴചേരുമ്പോൾ എന്നുള്ളത് Dr. K. ശ്രീകുമാറിൻ്റെ പഠനവുമാണ്. ആദ്യം തന്നെ നമുക്ക് ശ്രീകുമാറിൻ്റെ പഠനത്തിലേക്ക് വരാം. ഇതിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്, അതായത് പണ്ടുകാലത്ത് മഹാഭാരത കഥയിൽ ഇരാവാൻ എന്നുള്ള ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ ഒരു കോവിൽ, ഒരു അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ട്രാൻസ്ജെൻഡേഴ്സാണ് വരുന്നത്. വർഷത്തിൽ 15 ദിവസത്തെ ഉത്സവം അവിടെ നടക്കാറുണ്ട് എന്നൊക്കെയാണ്, ഇപ്പോഴും നടക്കാറുണ്ട് എന്നൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത്. തമിഴകത്തെ വില്ലുപുരം ജില്ലയിൽപ്പെട്ട ഉലുണ്ടൂർപേട്ട് താലൂക്കിലെ ഒരു ഗ്രാമമാണ് കൂവാകം. മഹാഭാരതത്തിലെ ഇരാവാൻ എന്ന കഥാപാത്രത്തിന് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, കൂത്താണ്ടവർ കോവിൽ. ഹിജടകൾ എന്ന് മുമ്പ് വിശേഷിപ്പിച്ചിരുന്ന ഭിന്നലൈംഗികതയുള്ളവരുടെ ദേവനാണ് കൂത്താണ്ടവർ, അതായത് ട്രാൻസ്ജെൻഡേഴ്സിന്. തമിഴരുടെ ചിത്തിരൈ മാസത്തിൽ ഇവിടെ 15 ദിവസം നീളുന്ന വാർഷികോത്സവം നടക്കും. രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഭിന്നലിംഗക്കാർ ആ സമയത്ത് കൂവാകത്ത് സംഗമിക്കും. അതിരുകളില്ലാത്ത ആഘോഷങ്ങളാൽ ഗ്രാമം മുഖരിതമാവും. ഇതൊക്കെ ശരിക്കും ഇപ്പോഴും അവിടെ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത്. ഇനി നമ്മൾക്ക് ആരായിരുന്നു മഹാഭാരതത്തിലുണ്ടായിരുന്ന ഈ ഇരാവാൻ എന്ന് നോക്കാം. അർജുനൻ്റെ 4 പുത്രന്മാരിൽ ഒരാളായാണ് ഇരാവാൻ മഹാഭാരതത്തിൽ വരുന്നത്. പാണ്ഡവരുടെ വനവാസകാലത്ത് പിണഞ്ഞ നിയമലംഘനത്തിന് പ്രായശ്ചിത്തമായി അർജുനൻ 1 വർഷം നീളുന്ന തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. അനേകം ബ്രാഹ്മണർക്കൊപ്പം അദ്ദേഹം ഗംഗാതീരത്തെത്തി. രാത്രിയിൽ അർജുനൻ ഗംഗാസ്നാനത്തിനിറങ്ങിയപ്പോൾ അവിടെ വെച്ച് നാഗകന്യകയായ ഉലൂബിയെ കണ്ടു. അവളിൽ അനുരക്തനായ അദ്ദേഹം ഉലൂബിയെ വിവാഹം കഴിക്കുകയും അവളിൽ ഇരാവാൻ എന്ന പുത്രൻ ജനിക്കുകയും ചെയ്തു. ജലത്തിൽ അജയ്യനാവുമെന്നും ജലജീവികൾ അദ്ദേഹത്തിന് സ്വാധീനപ്പെടുമെന്നുള്ള വരം ഉലൂബി നൽകി.
വൈകാതെ ഉലൂബിയെയും ഇരാവനെയും വിട്ട് അർജുനൻ വനവാസം തുടർന്ന്. മഹാഭാരതം ആദ്യ പർവ്വത്തിൽ 21-ാം അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ഉണ്ടായ, അതായത് അർജുനനിൽ വനവാസ സമയത്ത് ഉലൂബിയിലും കൂടി ഉണ്ടായ ഒരു മകനാണ് നമ്മുടെ ഇരാവൻ എന്ന് പറയുന്നത്. പിന്നീട് ഭീഷ്മപർവ്വത്തിലെ 45, 83, 90 അധ്യായങ്ങളിലാണ് ഇരാവനെ പറ്റി പരാമർശമുള്ളത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഇരാവൻ പാണ്ഡവപക്ഷത്ത് ചേർന്ന് കൗരവരോട് വീരോചിതമായി പോരാടുന്നു. വിവിധ ദിനങ്ങളിലായി ശ്രുതായുസ്, വിന്ദൻ, അനുവിന്ദൻ എന്നിവരെ പോരിൽ തോൽപ്പിക്കുന്നു. തുടർന്ന് ശകുനിയുടെ 5 സഹോദരന്മാരെ യുദ്ധത്തിൽ വധിക്കുന്നു. ഒടുവിൽ അലംബുഷന്റെ കൈകളാൽ ഇരാവൻ കൊല്ലപ്പെടുന്നു. അസ്ത്രവിദ്യയിൽ അഗാധ പാണ്ഡിത്യം നേടിയ ഇരാവൻ പക്ഷേ മഹാഭാരതത്തിൽ അത്രയൊന്നും പ്രാധാന്യം ലഭിക്കാതെ പോയ കഥാപാത്രമാണ് അല്ലേ. നമ്മൾക്കറിയാം, നമ്മൾ ശ്രീകൃഷ്ണനെയും ബാക്കിയുള്ളവരെയൊക്കെ കുറേ പേരെ നമ്മൾക്കറിയാം കഥാപാത്രങ്ങളായിട്ട് മഹാഭാരതത്തിൽ. പക്ഷേ ഇരാവൻ എന്നുള്ള പേര് ചിലപ്പോൾ കുറച്ച് പേര് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. അധിക പേരും ഇരാവൻ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ അധികമൊന്നും കേൾക്കപ്പെടാത്ത, അല്ല സമൂഹത്തിൻ്റെയോ കൃതികളുടെയോ മുന്നിലേക്ക് വരാത്ത കഥാപാത്രങ്ങളെ, മനുഷ്യരെ ആണ് തൻ്റെ കൃതികളിൽ ശാന്തകുമാർ ഏറെയും എടുത്ത് നിർമ്മിക്കുന്നത്. അതായത് സമൂഹത്തിൽ പിന്തള്ളപ്പെടുന്ന ആളുകളെ, ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നവരെ കൂട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കൂവാകത്തിലുള്ള കഥ എന്താണ് എന്നും കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, അതിനകത്ത് എങ്ങനെയാണ് കഥ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം. ബഹുമുഖമായ പ്രമേയ സ്വീകാര്യത്തിലൂടെയും അനിതര സാധാരണമായ ആഖ്യാന പാടവത്തിലൂടെയും അരങ്ങിൽ പുതുവ്യാകരണങ്ങൾ രചിച്ച നാടകകൃത്താണ് എ. ശാന്തകുമാർ. ഒന്നിനൊന്ന് വ്യത്യസ്തമായ 65ഓളം നാടകങ്ങളാണ് അദ്ദേഹം മലയാളത്തിന് സംഭാവന ചെയ്തത്. ആ അരങ്ങുപട്ടികയിലെ വേറിട്ട നാടകമാണ് കൂവാകം. മേൽ പ്രസ്താവിച്ച ഇരാവൻ ചരിതത്തെ ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കുകയാണ് നാടകകൃത്ത്. അതാവട്ടെ അരങ്ങാസ്വാദകർക്ക് വേറിട്ട അനുഭവമാകുകയും ചെയ്തു. സാഹിത്യകൃതി എന്ന നിലയിലും ത്രിമാന സാധ്യതയുള്ള അരങ്ങനുഭവം എന്ന നിലയിലും ഉത്തമ കക്ഷിയിലാണ് കൂവാകത്തിൻ്റെ സ്ഥാനം. അതായത് അതിൽ മഹാഭാരതത്തിൽ ഇദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രാധാന്യം പോലെയല്ല ശാന്തകുമാർ കൊടുത്തിരിക്കുന്നത്. അതായത് അധികം പ്രാധാന്യം മഹാഭാരതത്തിലല്ലായിരുന്നു, പക്ഷേ ഈ കൂവാകം നാടകത്തിനകത്ത് ഇരാവന് പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. മിത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെയും വിസ്മയാവഹമായ കുഴമറിച്ചിലൂടെയാണ് കൂവാകം അരങ്ങിൽ പൂർണ്ണമാകുന്നത്. സ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ അടരുകളിലൂടെ സ്വർഗസഞ്ചാരം നടത്തുന്ന നാടകകൃത്ത് കൂവാകത്തിനു പുറമെ കറുത്ത വിധവ, അവസാന ചുംബനം, ദൈവത്തിൻ്റെ കുപ്പായങ്ങൾ, ഘടകർപ്പരന്മാർ, ഒരു ദേശം നുണ പറയുന്നു, ആരോ ഒരാൾ, മണിയറ എന്നിവയും ഈ വിഭാഗത്തിൽപ്പെടുന്ന ശാന്തൻ രചനകളാണ്. അതേപോലെ തന്നെ നമ്മുടെ സാധാരണ ഉള്ള ഒരു പ്രണയമല്ല. ഇദ്ദേഹത്തിൻ്റെ പല ഇത്തരത്തിലുള്ള കുറേ നാടകങ്ങളിലും കൃതികളിലും വ്യത്യസ്ത തരത്തിലുള്ള പ്രണയങ്ങളെ, സ്നേഹങ്ങളെക്കുറിച്ചും ഇദ്ദേഹം പറയുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. സ്നേഹബോധനാത്മകമാണ് ശാന്തകുമാറിൻ്റെ നാടകങ്ങളേറെയും. ആ സങ്കല്പങ്ങളാകട്ടെ നടപ്പു സ്നേഹ നിർവചനങ്ങളിൽ നിന്ന് തുലം വ്യത്യസ്തവും. ഭൂരിപക്ഷ സമൂഹം അനാശ്വാസ്യമെന്നോ അശ്ലീലമെന്നോ ലേബലൊട്ടിച്ച് കൈപ്പാടകലെ നിർത്തിയ സ്നേഹവൈവിധ്യങ്ങളുടെ നാടകകൃത്ത് നിസ്സങ്കോചം സ്വീകരിക്കുകയാണ്. അതായത് ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവരെ നാടകകൃത്ത് എന്താക്കാണ്, സ്വീകരിക്കുകയാണ് തൻ്റെ കൃതികളിലേക്ക്. അവയെയും അംഗീകരിക്കേണ്ടതുണ്ടെന്ന് ഏറ്റവും വിനീതമായി പ്രേക്ഷക സമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നു. സമൂഹമേ, നീ എന്ത് ചെയ്യരുത്, അവയൊന്നും അവഗണിക്കരുത്, സ്വീകരിക്കണം. എല്ലാവർക്കും ഒരുപോലെ അവകാശമുള്ളതാണ് ഈ ഭൂമി, അല്ലേ? അതുകൊണ്ട് എന്താണ്, എല്ലാവരെയും നീ അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. മനുഷ്യ സമൂഹത്തോടാണ് അങ്ങനെ പറയുന്നത്. സ്വവർഗരതിയും ഭിന്നലിംഗ പ്രണയവുമെല്ലാം ന്യൂനപക്ഷത്തിൻ്റെയും അനിവാര്യതകളാണ്. അവയെ അവരുടെ സ്വാതന്ത്ര്യം എന്നു കരുതി സ്വീകരിക്കുകയാണ് വേണ്ടതെന്നും ശാന്തകുമാർ തൻ്റെ നാടകങ്ങളിലൂടെ പറയാതെ പറയുന്നു.
കൂവാകം നാടകം കൈത്തഴക്കം വന്ന നാടകകൃത്തിൻ്റെ ഉത്തമ നിദർശനം കൂടിയാണ്. ഇതിലുള്ള കഥാപാത്രങ്ങളെക്കുറിച്ചും കഥയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മുജീബ്, സുഹറ, ഇരാവാൻ, മോഹിനി എന്നീ ദ്വന്ദ്ങ്ങളിലൂടെ വളരുന്ന നാടകം സമഞ്ജസമായ മേളനത്തിലേക്കാണ് വളരുന്നത്. മൂർച്ചയേറിയ ചെറിയ കഥകളാണ് ഇതിൽ. അറവാണികളുടെ കൂവാകത്ത്, അറവാണികൾ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനെയാണ് പറയുന്നത്. അറവാണികളുടെ കൂവാകത്ത് പെണ്ണത്തമുള്ള മുജീബ് മോഹിനിയായി സ്വയം ആവേശിക്കുന്നു. തൻ്റെ വരവും കാത്തിരുന്ന സുഹറയെ താനൊരു ആണല്ലെന്ന് വിശദീകരിച്ച് നിരാശയോടെ മടക്കി അയക്കുന്നു. അതായത് നമ്മുടെ മുജീബ് എന്ന് പറയുന്നത് അവന് പെണ്ണാവാനാണ് ആഗ്രഹം. പെണ്ണിൻ്റെ നടത്തവും അവൻ്റെ സംസാരവും ഒക്കെ തന്നെ അവനെന്താണ്, ഒരാണല്ല പെണ്ണാവണം എന്നുള്ള ഒരാഗ്രഹമുണ്ട്. അതുകൊണ്ട് അവനെ കാത്തിരുന്ന സുഹറയോട് പറയാണ്, നീ എന്നെ നോക്കണ്ട ആവശ്യമില്ല, ഞാനൊരു പെണ്ണാണ്, നിനക്ക് ആരെ കൂടെ, നിനക്കൊരു പുരുഷൻ്റെ കൂടെ നിനക്ക് പോയിട്ട് താമസിക്കാം, ജീവിക്കാം എന്നുള്ള രീതിയിലാണ് എന്താക്കുന്നത്, നീ എന്നെ നോക്കണ്ട എന്നുള്ളത് പറഞ്ഞു. ഒരു തീപിടുത്തത്തിലാണ് ഈ ഒരു നാടകം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു തീപിടുത്തത്തിലാണ് നാടക ആരംഭം. തൻ്റെ ബാഹ്യമായ ആണത്തത്തെ പ്രതിനിധീകരിക്കുന്ന പാൻറ്റും കുപ്പായവും മുജീബ് ആളുന്ന അഗ്നിയിലേക്ക് എറിഞ്ഞ് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ബാഹ്യമായിട്ട് പുറത്തുള്ള നമ്മുടെ ഡ്രസ്സ് ധരിക്കുന്നത് പുറമേ അല്ലേ, ആ പുറത്തുള്ളത് എന്താണ് ഊരിക്കളഞ്ഞിട്ട് എന്താണ് അതിന് പകരം വേറെ ഒരു സ്ത്രീകളുടെ വേഷം ലഭിക്കാൻ വേണ്ടിയിട്ട് അത് ആളുന്ന തീയിലേക്ക് വലിച്ചെറിയുന്നു. അവനത് വേണ്ട എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. സ്കൂൾ കാലം മുതൽ മനസ്സുകൊണ്ട് പെൺകുട്ടികളുടെ ബെഞ്ചിലിരിക്കാനും നിക്കറിനു പകരം പുള്ളിപ്പാവട അണിയാനും കൊതിച്ച മുജീബ് തന്നിലെ സ്ത്രൈണാവേശത്തെ തിരിച്ചറിയാൻ വളരെ വൈകിയാണ്. കാഫിറിങ്ങളെ കിതാബിലെ പടച്ചോനായ കൃഷ്ണനെ ആരാധിക്കുന്ന മകനെ ഉമ്മാക്കിയും തന്നിൽ ആണത്തമില്ലെന്ന് വിശദീകരിക്കുന്ന കാമുകനെ സൂറയ്ക്കും തെല്ലും ഉൾക്കൊള്ളാനാവുന്നില്ല. അതായത് കൃഷ്ണനെ ആയിരുന്നു നമ്മുടെ മുജീബ് ആരാധിക്കുന്നത്. അങ്ങനെ തൻ്റെ മകൻ കൃഷ്ണനെ ആരാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഉമ്മാക്കും അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ഉൾക്കൊള്ളാനൊന്നും പറ്റുന്നില്ല. അതേപോലെ തൻ്റെ കാമുകനെ ഒരു പെണ്ണാണ് എന്ന് അവൻ പറയുമ്പോൾ അതും ഉൾക്കൊള്ളാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല, സുഹറയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. മുജീബ് പെണ്ണായി തന്നെ ജീവിക്കുമെന്നുറച്ചപ്പോൾ മറ്റൊരു വിവാഹത്തിന് മനസ്സോടെ എങ്കിലും തയ്യാറാവുകയാണ് സുഹറ നാടകാന്ത്യത്തിൽ. ഈ പരിണാമഗുസ്തി ഇതിനകം പൂർണ്ണമായും മാനസികമായി പെണ്ണായ മുജീബിനെ തെല്ലും സ്പർശിക്കുന്നുമില്ല. അതായത് അവൾ കല്യാണത്തിന് പോവാണ് എന്ന് പറഞ്ഞപ്പോൾ, അതായത് അവൾ കല്യാണം കഴിക്കാൻ പോവാണ് എന്ന് സുഹറ പറഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ലാതെ ആയിക്കോട്ടെ നീ പോയിക്കോ എന്നുള്ള രീതിയിലാണ് അവൻ്റെ മാനസികാവസ്ഥ ഉണ്ടായിരുന്നത്. ആണും പെണ്ണും കെട്ടവൻ എന്ന് മുജീബിനെ സുഹറ വിളിച്ചപ്പോൾ അയാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു. മുജീബ് കോപത്തോടെ, സുഹറ നീ അങ്ങനെ വിളിക്കരുത്, പെണ്ണ് തന്നെയാ, പെണ്ണ് മാത്രം ഞാൻ, ഒരു പെണ്ണായി അഭിമാനത്തോടെ എനിക്ക് ജീവിക്കണം. ആ ഒരു ഡയലോഗിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും അവന് പൂർണ്ണമായും ഒരു സ്ത്രീ ആവാനാണ് ആഗ്രഹം എന്നുള്ളത്. കൂവാകം അരങ്ങെഴുത്തിൽ കരുത്താർജിക്കുന്നത് മുജീബ് സുഹറ ബന്ധത്തെ അറവാണികളിലേക്ക്, മഹാഭാരതത്തിൻ്റെ പുനർവായനയിലേക്ക് ബന്ധിപ്പിക്കുന്നിടത്താണ്. മഹാഭാരതത്തിലുള്ള കഥയും അതേപോലെ തന്നെ ഈ ഒരു നാടകവും ഇങ്ങനെയാണ് ബന്ധിപ്പിക്കപ്പെടുന്നത്. പരിപൂർണനായ ഒരു പുരുഷനെ കാളിക്ക് ബലി നൽകിയാൽ പാണ്ഡവർക്ക് കുരുക്ഷേത്ര യുദ്ധം ജയിക്കാനാവുമെന്ന അരുളപ്പാട് കൃഷ്ണനും അർജുനും അറിയുന്നു. നിലവിൽ പരിപൂർണരായ പുരുഷന്മാർ അർജുനന്മാരല്ലാതെ മറ്റാരുമില്ല. ബദൽ തേടിയുള്ള ആലോചനയിൽ അർജുനൻ തനിക്ക് ഉലൂപിയിൽ പിറന്ന ഇരാവനെ ഓർമ്മ വരുന്നു. പിതാവിൻ്റെ അഭ്യർത്ഥന സോപാധികം നിറവേറ്റാൻ ഇരാവൻ തയ്യാറായി. അതിങ്ങനെയായിരുന്നു, ഒരു രാത്രി സ്ത്രീ ഗന്ധമറിയണമെന്നായിരുന്നു വ്യവസ്ഥ. അതായത് സ്ത്രീയുടെ കൂടെ ഒരു ദിവസം നിൽക്കണം. കൃഷ്ണൻ തൻ്റെ സ്ത്രൈണാംശങ്ങളിൽ നിന്ന് സൃഷ്ടിച്ച മോഹിനി ഇരാവാന് വധുവായി. അതായത് കൃഷ്ണനിൽ നിന്നുണ്ടായ മോഹിനിയാണ് ഇരാവാന് അന്ന് വധുവായിട്ട് ഉണ്ടായിരുന്നത്. പുലർച്ചയുടെ 7-ാം യാമത്തിൽ ഇരാവൻ ബലിദാനിയും മോഹിനി വിധവയുമായി. അതായത് ബലി നൽകുന്ന സമയത്ത് അവൻ മരിച്ചു. അതായത് നമ്മൾ പറഞ്ഞു ശ്രീകൃഷ്ണനിൽ നിന്ന് ഉണ്ടായതാണ് മോഹിനി. അപ്പം അവനിലേക്ക് തന്നെ ആ മോഹിനി ഇനി വിളിക്കരുത്, അവൻ ആ പ്രണയത്തിലായിപ്പോയി. ആ മോഹിനി ഇരാവാനുമായി അത്രയും പ്രണയത്തിലായി. അതുകൊണ്ട് ഞാൻ അവൻ്റെ വിധവയായി ഇനി കഴിഞ്ഞോളാം, നിന്നിലേക്ക് തന്നെ മടങ്ങാൻ വേണ്ടി എന്നോട് പറയരുത് എന്ന് പറയാണ്. മുജീബിൻ്റെ പൂർണ്ണമായ മോഹിനി നിലയം സാധ്യമാവുന്ന മുഹൂർത്തം കൂടിയാണിത്. തന്നെ സമീപമെത്തുന്ന സുഹറയോട്
അവളുടെ വിവാഹക്ഷണത്തോട് നീ നിൻ്റെ ചിറക് പൊട്ടി മണിയറയിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ചിറകു വിരിച്ച് പറക്കട്ടെ എന്ന് തികച്ചും മാന്യനായി പറയുകയാണ് അവൻ. അതായത് അവൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നീ ചിറക് പൂട്ടി മണിയറയിലേക്ക് പോയിക്കോ എന്നാണ് പറയുന്നത്. അതായത് എനിക്കിവിടെ പറയാൻ തോന്നുന്നത്, സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ് അതുവരെ ഉണ്ടായിരുന്ന ആ പറക്കലൊക്കെ നിർത്തിക്കൊണ്ട് ഒരു പുരുഷൻ്റെ അടിമയായിട്ട് മാറുന്നു എന്നുള്ള രീതിയിൽ കൂടി വേണമെങ്കിൽ നമ്മൾക്കിവിടെ നോക്കി കാണാവുന്നതാണ്. അതായത് അവിടെ ചിറക് വിരിച്ച് അവൾക്കിനി സ്വപ്നലോകത്ത് പറക്കാൻ പറ്റുന്നില്ല, പറക്കാതെ ഒന്നിൽ ഒതുങ്ങിക്കൂടാൻ പോവുകയാണ്. പക്ഷേ ഞാൻ ചിറക് വിരിച്ച് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ അല്ലെങ്കിൽ ആ സ്വപ്നങ്ങളിലേക്ക് ഞാൻ പറക്കാൻ പോവുകയാണ് എന്ന് മുജീബ് ഇവിടെ പറയുന്നുണ്ട്. ഓരോ മനസ്സും എപ്പോഴും ഇഷ്ടപ്പെട്ട പ്രണയത്തിന് വേണ്ടി നിലവിളിച്ചോടുന്നുണ്ട് എന്ന് ഒരു ദേശം നുണ പറയുന്നു എന്ന നാടകത്തിൽ ശാന്തകുമാർ എഴുതിയിട്ടുണ്ട്. കൂവാകത്തിലും അതാണുള്ളത്. ആ പ്രണയ തീവ്രതയുടെ ഭിന്ന ലൈംഗികതയുടെ ആഴങ്ങളെ പുതിയ കിയർ സങ്കല്പങ്ങളുടെ പശ്ചാത്തലത്തിലും ഉൾക്കൊള്ളാനുള്ള മാനസിക വികാസം ഇപ്പോഴും സമൂഹം നേടിയിട്ടില്ല എന്നതാണ് പരമാർത്ഥം. അതായത് ഭിന്ന ലൈംഗികതയുള്ളവരെയും അല്ലെങ്കിൽ സമൂഹത്തിൽ മാറ്റപ്പെടുന്നവരെ കൂട്ടിപ്പിടിക്കാൻ, സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ മനുഷ്യർ തയ്യാറാവുന്നില്ല. അത് തൻ്റെ കൃതികളിലെല്ലാം തന്നെ താൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാനം അവർക്ക് തൻ്റെ കൃതികളിൽ മുഴുവനായും ശാന്തകുമാർ നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവും. അതൊന്നും മുജീബ് പ്രതിനിധീകരിക്കുന്ന ന്യൂനപക്ഷ സ്നേഹവാക്താക്കൾക്ക് വിഷയമല്ല. അവർ നിരന്തരം തങ്ങളുടേതായ സ്നേഹപ്രവാഹത്തിൽ മുങ്ങി നിവർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ആർക്കത് പ്രശ്നമല്ല. കഥാപാത്രങ്ങൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മിത്തിലുള്ള ഒരു കഥയെ മറ്റൊരു സാഹിത്യ രൂപമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിനകത്ത് മഹാഭാരത മിത്തിലുള്ള കഥയ്ക്ക് പ്രാധാന്യം കിട്ടുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടും മറ്റൊരു സാഹിത്യ രൂപമാക്കിയിട്ട് എഴുതുന്ന സമയത്ത് പ്രേക്ഷകർ അത് ഇരു കൈകളും കൂടി കൂട്ടി സ്വീകരിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾക്കിവിടെ മനസ്സിലാവും.